ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നാളെ പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 172 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് 2 മണിക്കൂർ 52 മിനിറ്റ് ഉണ്ട്. സിനിമ അത്യാവശ്യം നല്ലൊരു ഡ്യൂറേഷൻ തന്നെയുണ്ട്. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 23 സിനിമയുടെ ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ വരുന്നതായിരിക്കും. പിന്നെ മെയ് 1 സിനിമ റിലീസ് ചെയ്തതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് അടുത്തത് നമ്മുടെ മോഹൻലാൽ പ്രിയദർശൻ ചിത്രം ഒരു മ്യൂസിക് ചിത്രമാണെന്ന് നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി പറഞ്ഞാണ്. സിനിമയിൽ ഏകദേശം ഒരു 12ഓളം സോങ് ഉണ്ടാകും. പിന്നെ ഒരു അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് ആയിരിക്കും സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. റീസെൻ്റായി നമ്മുടെ ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നമ്മുടെ റാമിനെ പറ്റിയാണ്. സിനിമ മൊത്തത്തിൽ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം സിനിമയ്ക്ക് ഇനി ഒരു 50ഓളം ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ട്, 2 പാർട്ടിൻ്റെയും, അതായത് കുറച്ചായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കിയാലാണ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സിനിമ ബ്ലോക്കായി കിടക്കുന്നത്. ബഡ്ജറ്റ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ തന്നെ കൂടുതലുള്ളത്, ഫിനാൻഷ്യൽ ഇഷ്യൂ. കാരണം 2 പാർട്ടാണ് സിനിമ ഉള്ളത്, ഒറ്റ പാർട്ടാണ് എടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും പറഞ്ഞ് 2 പാർട്ട് ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംഭവം കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയി. അതുകൊണ്ട് റാം അങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ ധനുഷ് അടുത്തായിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൃണാൽ താക്കൂറിനെ ആയിരിക്കും. അതായത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ചിത്രമായിരിക്കും. ഒരു 90s നടക്കുന്ന ഒരു ചിത്രം, മൊത്തത്തിലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് പടം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ധനുഷിൻ്റെ കറ എന്ന മൂവിയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ സുരാജേട്ടൻ, മമിത ബൈജു, ജയറാമേട്ടൻ എല്ലാവരും ഉണ്ട്. അവരുടെ അഭിനയത്തെ പറ്റിയൊക്കെ നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ നല്ല കിടിലനായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങട്ടെ. അപ്പോൾ കറ എന്ന സിനിമ ധനുഷിൻ്റെ ഒരു വൻ ഹിറ്റ് തന്നെ ആവട്ടെ. നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക സിനിമയാണല്ലോ പദയാത്ര. സിനിമ അങ്ങനെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാനിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം അതിന് മുന്നേ തന്നെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും OTTയിലേക്ക് എത്തുക. അപ്പോൾ മമ്മൂക്കയുടെ പുഴു എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ഡയറക്റ്റ് ചിത്രം എത്തുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ OTT വാർത്തകൾ, സിനിമ വാർത്തകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.